നമസ്കാരം, ഏവർക്കും PSC എനർജി ബൂസ്റ്ററിൻ്റെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2024 നവംബർ 2 നടന്ന LGS വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് കൊല്ലം, വയനാട്, പാലക്കാട്, കാസർഗോഡ് ജില്ലകളിലായി ചോദിച്ച ചോദ്യങ്ങളും PSC പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം ഉള്ള അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നീരജ് ചോപ്ര 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇനം ഏതാണ്? നീരജ് ചോപ്ര 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇനം ഏതാണ്? ശരിയായ ഉത്തരം ജാവലിൻ. രണ്ടാമത്തെ ചോദ്യം, കേരളത്തിന്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരളത്തിന്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ശരിയായ ഉത്തരം നിതിൻ മധുകർ ജംദാർ. കേരളത്തിന്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നിതിൻ മധുകർ ജംദാർ. മൂന്നാമത്തെ ചോദ്യം, എവിടെയാണ് ആനി ബസന്റ് ഹോം റൂൾ മൂവ്മെന്റ് തുടങ്ങിയത്? എവിടെയാണ് ആനി ബസന്റ് ഹോം റൂൾ മൂവ്മെന്റ് ആരംഭിച്ചത്? ശരിയായ ഉത്തരം മദ്രാസ്. അടുത്ത ചോദ്യം, 1913 തുടങ്ങിയ ഹദാർ മൂവ്മെന്റിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? 1913 തുടങ്ങിയ ഹദാർ മൂവ്മെന്റിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ശരിയായ ഉത്തരം ലാല ഹർദയാൽ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ബാലഗംഗാധർ തിലകിന്റെ ജേണൽ ഏതാണ്? താഴെ പറയുന്നവയിൽ ബാലഗംഗാധർ തിലകിന്റെ ജേണൽ ഏതാണ്? ശരിയായ ഉത്തരം മറാത്ത. അടുത്ത ചോദ്യം, 3 റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്ത വ്യക്തി ആരാണ്? അതായത് 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആരാണ്? ശരിയായ ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ ആണ് 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി. അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യയിലെ വൈസ്രോയ് ആരായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യയിലെ വൈസ്രോയ് ആരായിരുന്നു? ലോർഡ് ലിങ്ലിങ്ദോ. ലോർഡ് ലിങ്ലിങ്ദോ. PSC മെമ്പറെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? അടുത്ത ക്വസ്റ്റ്യൻ, PSC മെമ്പറെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. PSC മെമ്പറെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്നാണ് കടമെടുത്തത്? ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്നാണ് കടമെടുത്തത്? സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത്. അടുത്ത ചോദ്യം, രാജ്യസഭ വൈസ് ചെയർമാൻ ആകേണ്ട പ്രായം എത്രയാണ്? രാജ്യസഭ വൈസ് ചെയർമാൻ ആകേണ്ട പ്രായം എത്രയാണ്? ശരിയായ ഉത്തരം 30. ശരിയായ ഉത്തരം 30. അപ്പോൾ രാജ്യസഭ വൈസ് ചെയർമാൻ ആകേണ്ട പ്രായം എത്രയാണ്? 30. അടുത്ത ചോദ്യം, ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ആൾ ആരാണ്? ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ആൾ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ആൾ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അപ്പോൾ അംഗമായ ആളുകൾ ആരൊക്കെയാണ്? ഡോക്ടർ BR അംബേദ്കർ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, K മുൻഷിയൊക്കെ അംഗമാണ്. അംഗമല്ലാത്ത ആളാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്ത ക്വസ്റ്റ്യൻ, മതസ്വാതന്ത്ര്യത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ്? മതസ്വാതന്ത്ര്യത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ്? മതസ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 25 ആണ്. മതസ്വാതന്ത്ര്യത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണെന്ന് ചോദിച്ചാൽ ശരിയായ ഉത്തരം ആർട്ടിക്കിൾ 25 ആണ്. അടുത്ത ചോദ്യം, രണ്ടാം ബെർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? രണ്ടാം ബെർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? എവിടെയാണ്? പയ്യന്നൂരാണ് രണ്ടാം ബെർദോളി. അടുത്ത ക്വസ്റ്റ്യൻ, 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു?
ശരിയായ ഉത്തരം ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. അടുത്ത ക്വസ്റ്റ്യൻ, ആരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് 1932 ഒക്ടോബർ 2 കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത്? ആരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് 1932 ഒക്ടോബർ 2 കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത്? ആരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ്? ഗാന്ധിജി. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെട്ട 1900 ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെട്ട 1900 ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? ലോർഡ് കഴ്സൺ ആണ് സമർപ്പിക്കപ്പെട്ടത്. ആർക്കാണ്? ലോർഡ് കഴ്സൺ ആണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, മൂലധനം മുഖവുര എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? മൂലധനം മുഖവുര എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ശരിയായ ഉത്തരം EMS നമ്പൂതിരിപ്പാട്. അപ്പോൾ മൂലധനം മുഖവുര എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? EMS നമ്പൂതിരിപ്പാട്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഏതാണ്? അമേരിക്കൻ മോഡൽ ആയിരുന്നു ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികൾ എന്ന പ്രസ്താവനയാണ് ശരിയല്ലാത്ത പ്രസ്താവന. അമേരിക്കൻ മോഡൽ ആയിരുന്നു ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികൾ എന്ന പ്രസ്താവനയാണ് ശരിയല്ലാത്ത പ്രസ്താവന. അപ്പോൾ ശരിയായ പ്രസ്താവനകളൊന്ന് വായിക്കാം. 1950 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യക്ക് ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നു. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്ര സംഘടനയുടെ ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126 എത്ര രാജ്യങ്ങളെയാണ് ഈ വിഷയത്തിൽ പഠന വിധേയമാക്കിയത്? അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126 എത്ര രാജ്യങ്ങളെയാണ് ഈ വിഷയത്തിൽ പഠന വിധേയമാക്കിയത്? 143 രാജ്യങ്ങളെയാണ്. 143 രാജ്യങ്ങളെയാണ് പഠന വിധേയമാക്കിയത്. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു? 126. അടുത്ത ക്വസ്റ്റ്യൻ, നീതി ആയോഗിന്റെ 2023-2024 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തോടൊപ്പം ഒന്നാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനം ഏത്? നീതി ആയോഗിന്റെ 2023-2024 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തോടൊപ്പം ഒന്നാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനം ഏത്? ഏതാണ് കേരളത്തോടൊപ്പം ഒന്നാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനം? അത് ഉത്തരാഖണ്ഡാണ്. അപ്പോൾ നീതി ആയോഗിന്റെ 2023-2024 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തോടൊപ്പം ഒന്നാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ മുഹമ്മദ് യൂനസിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏത്? താഴെ പറയുന്ന പ്രസ്താവനകളിൽ മുഹമ്മദ് യൂനസിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏത്? ഏതൊക്കെയാണ്? ഗ്രാമീൺ ബാങ്ക് സ്ഥാപകൻ എന്നുള്ള പ്രസ്താവന ശരിയാണ്. നോബൽ സമ്മാന ജേതാവ് എന്ന പ്രസ്താവനയും ശരിയാണ്. ശരിയായ ഓപ്ഷൻ ഡി. 1, 3 പ്രസ്താവനകൾ ശരിയാണ്. ഒരു ബംഗ്ലാദേശി സാമ്പത്തിക വിദഗ്ധനായിരുന്നു നമ്മുടെ മുഹമ്മദ് യൂനസ്. അപ്പോൾ മുഹമ്മദ് യൂനസിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഗ്രാമീൺ ബാങ്ക് സ്ഥാപകനാണ്, നൊബേൽ സമ്മാന ജേതാവാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സെബിയുടെ പൂർണ്ണ രൂപം എന്ത്? സെബിയുടെ പൂർണ്ണ രൂപം എന്ത്? സെബിയുടെ പൂർണ്ണ രൂപം സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് സെബിയുടെ പൂർണ്ണ രൂപം. അപ്പോൾ സെബിയുടെ പൂർണ്ണ രൂപം എന്താണ്? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ, പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം എത്ര? പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം. പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം 40. അപ്പോൾ പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം 40.
അടുത്ത ക്വസ്റ്റ്യൻ, അഗ്നി, സൂര്യ ഇന്ത്യൻ പ്രതിരോധത്തിന്റെ ഭാഗമായ ഈ പേരുകൾ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? അപ്പോൾ അഗ്നി, സൂര്യ ഇന്ത്യൻ പ്രതിരോധത്തിന്റെ ഭാഗമായ ഈ പേരുകൾ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? അഗ്നി, സൂര്യ ഏതുമായി ബന്ധപ്പെട്ടതാണ്? മിസൈൽ. അഗ്നി, സൂര്യ മിസൈലുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഉപദ്വീപീയ പീഠഭൂമിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത്? അടുത്ത ക്വസ്റ്റ്യൻ, ഉപദ്വീപീയ പീഠഭൂമിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ആണ് തെറ്റായ പ്രസ്താവന. അതായത് ഒന്നാമത്താണ് തെറ്റായ പ്രസ്താവന. ഉയരം കൂടിയ ഭാഗം മഹാബലേശ്വർ, അതാണ് തെറ്റായ പ്രസ്താവന. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ വായിക്കാം. ഇതിന്റെ ഭാഗമാണ് ഡെക്കാൻ പീഠഭൂമി. വിന്ധ്യ, സത്പുര, ആരവല്ലി, പശ്ചിമഘട്ടം, പൂർവഘട്ടം എന്നിവ ഇതിന്റെ ഭാഗമാണ്. വിന്ധ്യ, സത്പുര, ആരവല്ലി, പശ്ചിമഘട്ടം, പൂർവഘട്ടം എന്നിവ ഇതിന്റെ ഭാഗമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ശരിയല്ലാത്ത ജോഡി ഏത്? ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ശരിയല്ലാത്ത ജോഡി ഏത്? ഏതാണ് ശരിയല്ലാത്ത ജോഡി? എ ആണ്, ആന്ധ്രാപ്രദേശ്, ഹൈദരാബാദ് എന്ന ജോഡിയാണ് തെറ്റ്. ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം എവിടെയാണ്? അമരാവതിയാണ്. അപ്പോൾ ശരിയായ ഉത്തരങ്ങൾ വായിക്കാം. ഉത്തരാഖണ്ഡ് ഡെറാഡൂൺ ആണ്, ബീഹാർ പാട്നയാണ്, മിസോറാം ഐസ്വാൾ ആണ്. ഉത്തരാഖണ്ഡ് ഡെറാഡൂണ്, ബീഹാർ പാട്ന, മിസോറാം ഐസ്വാൾ. ആന്ധ്രാപ്രദേശിന്റെ എവിടെയാണ്? അമരാവതി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇന്ത്യയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ? 1ഉം 3ഉമാണ് ശരി. 1ഉം 3ഉമാണ് ശരി. ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 7. ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7 ആണ്. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം എവിടെയാണ്? മധ്യപ്രദേശാണ്. ഇന്ത്യയിൽ 29 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും എന്നാണ് കൊടുത്തിട്ടുള്ളത്. ശരിയായ ഉത്തരം എന്താണ്? ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങൾ. ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിലുള്ളത്. അപ്പോൾ ഒന്നുകൂടെ, ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7 ആണ്. ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട്? 28 സംസ്ഥാനങ്ങളും എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങൾ? 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിലുള്ളത്. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ, ഉത്തരമേഖലയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? ഉത്തര പർവ്വത മേഖലയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? ഏതാണ് തെറ്റായ പ്രസ്താവന? ഓപ്ഷൻ സി, മൂന്നാമത്തതാണ് തെറ്റായ പ്രസ്താവന. എവറസ്റ്റ് പോലുള്ള വമ്പൻ പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് സിവാലിക്കിലാണെന്നാണ് കൊടുത്തിട്ടുള്ളത്. എവറസ്റ്റ് പോലുള്ള വമ്പൻ പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹിമാദ്രിയിലാണ്. ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന, അപ്പോൾ ഒന്നുകൂടെ വായിക്കാം, ശരി ഉത്തരങ്ങൾ വായിക്കാം. ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരകളുടെ അടിസ്ഥാനത്തിൽ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, പൂർവാചൽ എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരകളുടെ അടിസ്ഥാനത്തിൽ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, പൂർവാചൽ എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയൻ നിരകളെ സിവാലിക്, ഹിമാചൽ, ഹിമാദ്രി എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയൻ നിരകളെ സിവാലിക്, ഹിമാചൽ, ഹിമാദ്രി എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. എവറസ്റ്റ് പോലുള്ള വമ്പൻ പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് സിവാലിക്കിലാണെന്ന പ്രസ്താവന തെറ്റാണ്. എവിടെയാണ്? ഹിമാദ്രിയിലാണ്. നാഗ, ഹാസി, ഗാരോ കുന്നുകൾ, നാഗ, ഹാസി, ഗാരോ കുന്നുകൾ പൂർവാചലിൽ സ്ഥിതി ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ശരിയായ ഉത്തരം ഹരിയാന. ശരിയായ ഉത്തരം ഹരിയാന. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായ പ്രസ്താവന ഏതാണ്?
ഓപ്ഷൻ ഡി, നാലാമത്താണ് തെറ്റായ പ്രസ്താവന. അപ്പൊ ശരിയായ പ്രസ്താവനകൾ വായിക്കാം. കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളുണ്ട്. കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളുണ്ട്. 87 മുനിസിപ്പാലിറ്റികളും 6 മുനിസിപ്പൽ കോർപ്പറേഷനുകളും ഉണ്ട്. 87 മുനിസിപ്പാലിറ്റികളും 6 മുനിസിപ്പൽ കോർപ്പറേഷനുകളും ഉണ്ട്. അർദ്ധ നഗര പ്രദേശങ്ങളിൽ ഭരണം നടത്തുന്നത് നഗരപഞ്ചായത്തുകളാണ്. അർദ്ധ നഗര പ്രദേശങ്ങളിൽ ഭരണം നടത്തുന്നത് നഗരപഞ്ചായത്തുകളാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ സമുദ്രതീരം സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? കേരളത്തിന്റെ സമുദ്രതീരം സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഏതൊക്കെയാണ് ശരിയായത്? കേരളത്തിന്റെ കടൽ തീരം 590 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു. ശരിയായ പ്രസ്താവന. കേരളത്തിന്റെ കടൽ തീരം 590 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു. നിലവിൽ സംസ്ഥാനത്ത് 222 കടലോര മത്സ്യഗ്രാമങ്ങളുണ്ട്. നിലവിൽ സംസ്ഥാനത്ത് 222 കടലോര മത്സ്യഗ്രാമങ്ങളുണ്ട്. മത്സ്യമേഖലയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് കേരള ജലകൃഷി വികസന ഏജൻസി, അഡാക്. മത്സ്യമേഖലയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് കേരള ജലകൃഷി വികസന ഏജൻസി, അഡാക്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ കേരളത്തിന്റെ കടൽ തീരം 590 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു. നിലവിൽ സംസ്ഥാനത്ത് 222 കടലോര മത്സ്യഗ്രാമങ്ങളുണ്ട്. മത്സ്യമേഖലയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് കേരള ജലകൃഷി വികസന ഏജൻസി, അഡാക് എന്ന് പറയും. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളെയും സംബന്ധിച്ച വിവരങ്ങളാണ് ചുവടെ. ഇവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? ഏതൊക്കെയാണ് ശരിയായ ജോഡികൾ? 2ഉം 3ഉമാണ് ശരിയായ ജോഡികൾ. പാമ്പാടുംചോല ഇടുക്കിയാണ്. ആറളം വന്യജീവി സങ്കേതം കണ്ണൂരാണ്. പാമ്പാടുംചോല ഇടുക്കിയാണ്. ആറളം വന്യജീവി സങ്കേതം കണ്ണൂരാണ്. അപ്പോൾ മതികെട്ടാൻചോല വയനാടെന്നാണ് കൊടുത്തിട്ടുള്ളത്. മതികെട്ടാൻചോല എവിടെയാണ്? മതികെട്ടാൻചോല ഇടുക്കിയാണ്. കരിമ്പുഴ വന്യജീവി സങ്കേതം എവിടെയാണ്? മലപ്പുറത്താണ്. കരിമ്പുഴ വന്യജീവി സങ്കേതം മലപ്പുറത്താണ്. അപ്പോൾ മതികെട്ടാൻചോല എവിടെയാണ്? മതികെട്ടാൻചോല ഇടുക്കി. പാമ്പാടുംചോല ഇടുക്കി. ആറളം വന്യജീവി സങ്കേതം കണ്ണൂർ. കരിമ്പുഴ വന്യജീവി സങ്കേതം എവിടെയാണ്? മലപ്പുറം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഏതൊക്കെയാണ്? 1ഉം 2ഉമാണ് ശരി. മുഴുവൻ ഗ്രാമങ്ങളിലും ബാങ്കിംഗ് സേവനം ലഭ്യമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം. അപ്പോൾ മുഴുവൻ ഗ്രാമങ്ങളിലും ബാങ്കിംഗ് സേവനം ലഭ്യമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം. കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. കേരളം. ജനസാന്ദ്രത കൂടിയ ജില്ല മലപ്പുറം എന്നാണ് കൊടുത്തിട്ടുള്ളത്. ജനസാന്ദ്രത കൂടിയ ജില്ല മലപ്പുറമാണോ? ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരമാണ്. അപ്പോൾ ഒന്നുകൂടെ, മുഴുവൻ ഗ്രാമങ്ങളിലും ബാങ്കിംഗ് സേവനം ലഭ്യമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. ജനസാന്ദ്രത കൂടിയ ജില്ല ഏതാണ്? തിരുവനന്തപുരം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ വിവിധ വൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? കേരളത്തിലെ വിവിധ വൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഏതാണ് ശരിയല്ലാത്തത്? സി ഓപ്ഷൻ, അത് 3ാമത്തെ ഓപ്ഷനാണ് ശരിയല്ലാത്തത്. തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിന്റെ പദ്ധതിയാണ് നീണ്ടകര എന്ന പ്രസ്താവനയാണ് ശരിയല്ലാത്തത്. അപ്പോൾ തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിന്റെ പദ്ധതി എവിടെയാണ്? വിഴിഞ്ഞം. അത് വിഴിഞ്ഞമാണ്.
തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിന്റെ പദ്ധതി എവിടെയാണ്? നീണ്ടകരയല്ല, വിഴിഞ്ഞമാണ്. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ വായിക്കാം. കേരളത്തിൽ ജലവൈദ്യുത പദ്ധതികളാണ് കൂടുതലുള്ളത്. കേരളത്തിലെ വിവിധ വൈദ്യുത സ്രോതസ്സുകളാണ് താപവൈദ്യുതി, ജലവൈദ്യുതി, കാറ്റ്, സൗരവൈദ്യുതി തുടങ്ങിയവ. തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിന്റെ പദ്ധതി എവിടെയാണ്? വിഴിഞ്ഞത്താണ്. പൂർണ്ണമായും വൈദ്യുതീകരിച്ച സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കേരളമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ജലാശയങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. കേരളത്തിലെ ജലാശയങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ശരിയായവ കണ്ടെത്തുക. ഏതാണ് ശരിയായ ഉത്തരം? എല്ലാം ശരിയാണ്. ഏതാണ് ശരിയായ ഉത്തരം? എല്ലാം ശരിയാണ്. ശരിയായ ഉത്തരങ്ങൾ വായിക്കാം. അഷ്ടമുടിക്കായൽ കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നു. അഷ്ടമുടിക്കായൽ കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നു. ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. വേമ്പനാട്ടുകായൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു. വേമ്പനാട്ടുകായൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ നദികളെ സംബന്ധിച്ച് ശരിയായത് ഏത്? കേരളത്തിലെ നദികളെ സംബന്ധിച്ച ശരിയായത് ഏത്? ഏതാണ്? ഓപ്ഷൻ സി ആണ്, മൂന്നാമത്തതാണ് ശരിയായത്. കുന്തിപ്പുഴ പടിഞ്ഞാറോട്ട്. കുന്തിപ്പുഴ പടിഞ്ഞാറോട്ട്. ആ ഒരു ഓപ്ഷൻ മാത്രമേ ശരിയായിട്ടുള്ളൂ. പമ്പ കിഴക്കോട്ടെന്നാണ് കൊടുത്തിട്ടുള്ളത്. പമ്പ എങ്ങോട്ടാണ്? പമ്പ പടിഞ്ഞാറോട്ടാണ്. പാമ്പാറ് കിഴക്കോട്ടാണ്. പെരിയാറ് പടിഞ്ഞാറോട്ടാണ്. അപ്പോൾ കേരളത്തിലെ നദികളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഇത് ശരിയായിട്ട് കൊടുത്തിട്ടുള്ള ഏതാണ്? കുന്തിപ്പുഴ പടിഞ്ഞാറോട്ട്. സി ഓപ്ഷനാണ് ശരി. അടുത്ത ക്വസ്റ്റ്യൻ, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? ഏതൊക്കെയാണ്? ഓപ്ഷൻ എ 1, 2, 3. മലനാട്, ഇടനാട്, തീരപ്രദേശം. മലനാട്, ഇടനാട്, തീരപ്രദേശം. തിരുവല്ല പപ്പൻ എന്നറിയപ്പെട്ടിരുന്ന തോമസ് വർഗീസ് ഏത് ഒളിമ്പിക്സ് കായിക ഇനത്തിലാണ് മത്സരിച്ചത്? തിരുവല്ല പപ്പൻ എന്നറിയപ്പെട്ടിരുന്ന തോമസ് വർഗീസ് ഏത് ഒളിമ്പിക്സ് കായിക ഇനത്തിലാണ് മത്സരിച്ചത്? തിരുവല്ല പപ്പൻ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? തോമസ് വർഗീസ്. അദ്ദേഹം ഏത് ഒളിമ്പിക്സ് ഇനത്തിലാണ് മത്സരിച്ചതെന്ന് ചോദിച്ചാൽ ഉത്തരം ഫുട്ബോൾ ആണ്. തിരുവല്ല പപ്പൻ എവിടെയാണ്? തിരുവല്ല പപ്പൻ എന്നറിയപ്പെടുന്ന തോമസ് വർഗീസ് ഫുട്ബോൾ ഇനത്തിലാണ് മത്സരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഏതൊക്കെയാണ് ശരി? 1ഉം 2ഉമാണ് ശരി. 1ഉം 2ഉമാണ് ശരി. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മഴ ലഭിക്കുന്നു. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മഴ ലഭിക്കുന്നു. ഇടവപ്പാതി എന്നും അറിയപ്പെടുന്നു. അപ്പോൾ കേരളത്തിലെ തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മഴ ലഭിക്കുന്നു, ഇടവപ്പാതി എന്ന് അറിയപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കിയാണ്. നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. വയനാടിനെ നീലഗിരി താർ, അതായത് വരയാടിനെ സംരക്ഷിക്കാൻ പ്രോജക്റ്റ് നീലഗിരി താർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏത്? അപ്പോൾ വരയാടിനെ സംരക്ഷിക്കാൻ നീലഗിരി താർ പ്രോജക്റ്റ് നീലഗിരി താർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണോ? തമിഴ്നാടാണ്. അപ്പോൾ വരയാടിനെ സംരക്ഷിക്കാൻ പ്രോജക്റ്റ് നീലഗിരി താർ എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? അത് തമിഴ്നാടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പ് ഏതാണ്? കേരളത്തിലെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പ് ഏതാണ്? വിദ്യാവാഹനാണ് ശരിയായ ഉത്തരം. അപ്പോൾ കേരളത്തിലെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പ് ഏതാണ്? വിദ്യാവാഹൻ.
അടുത്ത ക്വസ്റ്റ്യൻ, എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണ്? എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല അത് വയനാടാണ്. എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല വയനാടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, തിരു-കൊച്ചി സംയോജനം നടന്നത് എപ്പോൾ? 1949 ജൂലൈ 1 തിരു-കൊച്ചി സംയോജനം നടന്നത്. അപ്പോൾ തിരു-കൊച്ചി സംയോജനം നടന്നത് എപ്പോഴാണ്? 1949 ജൂലൈ 1. അടുത്ത ക്വസ്റ്റ്യൻ, യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ രണ്ടാമത്തെ കേരളീയ കലാരൂപം ഏതാണ്? യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ രണ്ടാമത്തെ കേരളീയ കലാരൂപം ഏതാണ്? മുടിയേറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നിബന്ധമാല എന്ന കൃതി രചിച്ചത് ആരാണ്? നിബന്ധമാല എന്ന കൃതി രചിച്ചത് ആരാണ്? വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ ആണ്. അപ്പോൾ നിബന്ധമാല എന്ന കൃതി രചിച്ചത് ആരാണ്? വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ ആണ്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആര്? അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആര്? ശരിയായ ഉത്തരം സി ബാലകൃഷ്ണൻ. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി സി ബാലകൃഷ്ണനാണ്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി സി ബാലകൃഷ്ണൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ISROയുടെ പുതിയ വാണിജ്യ വിഭാഗം. ഇന്ത്യൻ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ISROയുടെ പുതിയ വാണിജ്യ വിഭാഗം അത് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. ഏതാണ്? ഇന്ത്യൻ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ISROയുടെ പുതിയ വാണിജ്യ വിഭാഗം ഏതാണ്? ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2023 IPL ചരിത്രത്തിലെ ആദ്യ ഇമ്പാക്ട് പ്ലെയർ ആയത് ആരാണ്? 2023 IPL ചരിത്രത്തിലെ ആദ്യ ഇമ്പാക്ട് പ്ലെയർ ആയത് ആരാണ്? ശരിയായ ഉത്തരം തുഷാർ ദേശ്പാണ്ഡെ. അടുത്ത ക്വസ്റ്റ്യൻ, ജ്ഞാനപ്പാന പുരസ്കാരം 2023 നേടിയത് ആരാണ്? ജ്ഞാനപ്പാന പുരസ്കാരം 2023 നേടിയത് ആരാണ്? വി മധുസൂദനൻ നായരാണ് ജ്ഞാനപ്പാന പുരസ്കാരം 2023 നേടിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്ന്? എന്നാണ് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്? 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, മലപ്പുറം താനൂർ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഏത്? മലപ്പുറം താനൂർ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഏതാണ്? VK മോഹൻ കമ്മീഷനാണ് മലപ്പുറം താനൂർ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ. VK മോഹൻ കമ്മീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട വിറ്റമിൻ ഏതാണ്? താഴെ പറയുന്നവയിൽ അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഡി ആണ്. അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഡി ആണ്. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി. വന്യജീവികളോടൊപ്പം ചരിത്ര സ്മാരകങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും ഭൗമ സവിശേഷതകളും സംരക്ഷിക്കുന്നതിനായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന വനമേഖല ഏതാണ്? വന്യജീവികളോടൊപ്പം ചരിത്ര സ്മാരകങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും ഭൗമ സവിശേഷതകളും സംരക്ഷിക്കുന്നതിനായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന വനമേഖല ഏതാണ്? നാഷണൽ പാർക്കുകൾ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് കാർഷിക വിളയിൽ പെടുന്നതാണ് വെള്ളായണി ഹ്രസ്വ? താഴെ പറയുന്നവയിൽ ഏത് കാർഷിക വിളയിൽ പെടുന്നതാണ് വെള്ളായണി ഹ്രസ്വ? കിഴങ്ങു വർഗത്തിൽ പെടുന്നതാണ് വെള്ളായണി ഹ്രസ്വ. അടുത്ത ക്വസ്റ്റ്യൻ, വിസർജ്യ വസ്തുക്കളുടെ സാന്നിധ്യം മൂലം മലിനമാക്കപ്പെട്ട കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗം. വിസർജ്യ വസ്തുക്കളുടെ സാന്നിധ്യം മൂലം മലിനമാക്കപ്പെട്ട കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗം അത് ഡയേറിയ. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ രക്തപര്യന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. മനുഷ്യ രക്തപര്യന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുക്കുക.
ഏതാണ് ശരി? പ്രസ്താവന 4 മാത്രമാണ് ശരി. ശ്വാസകോശ ധമനി അശുദ്ധ രക്തം വഹിക്കുന്നു. ശ്വാസകോശ ധമനി അശുദ്ധ രക്തം വഹിക്കുന്നു. പ്രസ്താവന 4 ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയയുടെ പേര്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയ. ശരിയായ ഉത്തരം ഈക്കോളി ബാക്ടീരിയ. ഈക്കോളി ബാക്ടീരിയ. അടുത്ത ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കുന്നതിനായി മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിന്റെ കമ്പനി. കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കുന്നതിനായി മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിന്റെ കമ്പനി ഏതാണ്? ന്യൂറാലിങ്ക് കോർപ്പറേഷൻ ആണ്. അപ്പോൾ കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കുന്നതിനായി മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിന്റെ കമ്പനിയാണ് ന്യൂറാലിങ്ക് കോർപ്പറേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ആറ്റത്തിലെ ഏതു കണത്തിന്റെ സാന്നിധ്യമാണ് ജെ തോംസൺ കണ്ടെത്തിയത്? ആറ്റത്തിലെ ഏതു കണത്തിന്റെ സാന്നിധ്യമാണ് ജെ തോംസൺ കണ്ടെത്തിയത്? ഇലക്ട്രോണിന്റെ സാന്നിധ്യമാണ് ജെ തോംസൺ കണ്ടെത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നവയിൽ ക്രിസ്റ്റൽ ആകൃതിയിലല്ലാത്ത കാർബണിന്റെ രൂപാന്തരം ഏത്? തന്നിരിക്കുന്നവയിൽ ക്രിസ്റ്റൽ ആകൃതിയിലല്ലാത്ത കാർബണിന്റെ രൂപാന്തരം ഏത്? ശരിയായ ഉത്തരം കൽക്കരി. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ലോഹധാതുവിനെ അയിരായി പരിഗണിക്കുന്നതിന് അതിനുണ്ടായിരിക്കേണ്ട സവിശേഷതകളെ കുറിച്ച് കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? അപ്പോൾ ഒരു ലോഹധാതുവിനെ അയിരായി പരിഗണിക്കുന്നതിന് എന്തൊക്കെ സവിശേഷതകളാണ് വേണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. രണ്ടും മൂന്നും മാത്രം ശരിയാണ്. ലോഹത്തിന്റെ അംശം കൂടുതൽ ഉണ്ടായിരിക്കണം. ഒരു ലോഹധാതുവായി പരിഗണിക്കുന്നതിന് ലോഹത്തിന്റെ അംശം കൂടുതൽ ഉണ്ടായിരിക്കണം. എളുപ്പത്തിലും ചെലവ് കുറഞ്ഞതിലും ലോഹം വേർതിരിച്ചെടുക്കാവുന്നതാകണം. എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാവുന്നതാകണം. അടുത്ത ക്വസ്റ്റ്യൻ, ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏത്? ഏതാണ്? യാന്ത്രികോർജം വൈദ്യുതോർജമാകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ശ്രവണബോധം ഉളവാക്കാൻ കഴിയുന്ന ഊർജ രൂപമാണ് ശബ്ദം. എന്താണ്? ശ്രവണബോധം ഉളവാക്കാൻ കഴിയുന്ന ഊർജ രൂപമാണ് ശബ്ദം. ശബ്ദത്തെ സംബന്ധിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ശബ്ദത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ? ഒന്നും രണ്ടും ശരിയാണ്. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. ശബ്ദത്തിനു സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. അടുത്ത തെറ്റായ പ്രസ്താവന എഴുതി കൊടുത്തിട്ടുള്ളത്, മനുഷ്യരുടെ ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ 2000 ഹെർട്സ് എന്നാണ്. പൂജ്യങ്ങൾ ശ്രദ്ധിച്ചോണം. 2000 അല്ല, 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ് മനുഷ്യരുടെ ശ്രവണ പരിധി. അടുത്ത ക്വസ്റ്റ്യൻ, കേരള ഗവൺമെന്റിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ഏതാണ്? കേരള ഗവൺമെന്റിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ഏതാണ്? സാരഥിയാണ്. കേരള ഗവൺമെന്റിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ഏതാണ്? സാരഥി. ഏതു മേഖലയിലുള്ളവർക്കാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം നൽകപ്പെടുന്നത്? ഓർത്തോണം, രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം നൽകപ്പെടുന്നത് ഏതു മേഖലയിലുള്ളവർക്കാണ്? ശാസ്ത്രജ്ഞർക്കാണത്. അപ്പോൾ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം നൽകപ്പെടുന്നത് ശാസ്ത്രജ്ഞർക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സാമൂഹിക സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ, ഓർത്തോണം, 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹിക പരിരക്ഷ ഏത്? 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹിക
പരിരക്ഷ. ഏതാണ്? വയോമിത്രം. വയോമിത്രം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗബാധ ഏത്? താഴെ പറയുന്നവയിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗബാധ ഏതാണ്? ചിക്കൻ ബോക്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിറ്റാമിൻ B12 ജീവകം B12 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏത്? ജീവകം B12 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? പെർനീഷ്യസ് അനീമിയ. പെർനീഷ്യസ് അനീമിയ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ. പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ ഓപ്ഷൻസ് നോക്കി നോക്ക്. വേദന കുറയ്ക്കുക, ജീവൻ രക്ഷിക്കുക, ഗുരുതരാവസ്ഥ ഒഴിവാക്കുക. മുകളിൽ പറഞ്ഞവയെല്ലാം ഒരു ഫസ്റ്റ് എയ്ഡ് പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങളാണ്. വേദന കുറയ്ക്കുക, ജീവൻ രക്ഷിക്കുക, ഗുരുതരാവസ്ഥ ഒഴിവാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം താഴെ പറയുന്നവയിൽ ഏതാണ്? ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം താഴെ പറയുന്നവയിൽ ഏതാണ്? ഏതാണ്? അനാരോഗ്യകരമായ ഭക്ഷണശീലം. അനാരോഗ്യമായ ഭക്ഷണശീലമാണ് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം. അടുത്ത ക്വസ്റ്റ്യൻ, മാംസ്യത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം. മാംസ്യത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? അത് കോഷിയോർക്കറാണ്. മാംസ്യത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് കോഷിയോർക്കർ. മാംസ്യത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് കോഷിയോർക്കർ. അടുത്ത, COVID-19 കാരണമായ രോഗാണുക്കൾ ഏത് വർഗത്തിൽ പെടുന്നു? നമുക്ക് എല്ലാവർക്കും അറിയാം, COVID-19 കാരണമായ രോഗാണുക്കൾ ഏത് വർഗത്തിലാണ് പെടുന്നത്? വൈറസ്. COVID-19 കാരണമായ രോഗാണുക്കൾ വൈറസിലാണ് പെടുന്നത്. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതി. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതി ഏതാണ്? താലോലം. അടുത്ത ക്വസ്റ്റ്യൻ, വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗകാരി. ഏതാണ് വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗകാരി? ബോർഡെറ്റല്ല പെർട്ടൂസിസ്. അടുത്ത ക്വസ്റ്റ്യൻ, ചിക്കൻ പോക്സിന്റെ പ്രതിരോധത്തിനുള്ള വാക്സിൻ ഏത്? ചിക്കൻ പോക്സിന്റെ പ്രതിരോധത്തിനുള്ള വാക്സിൻ ഏത്? വെരിസെല്ല വാക്സിൻ. അപ്പോൾ ചിക്കൻ പോക്സിന്റെ പ്രതിരോധത്തിനുള്ള വാക്സിൻ ഏതാണ്? വെരിസെല്ല വാക്സിൻ. അടുത്ത ക്വസ്റ്റ്യൻ, ആന്റിബയോട്ടിക്കിന്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതി. ആന്റിബയോട്ടിക്കിന്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണ്? ഓപ്പറേഷൻ അമൃത്. അടുത്ത ക്വസ്റ്റ്യൻ, 2023 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണമുണ്ടാക്കിയ ജീവിതശൈലി രോഗം. 2023 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണമുണ്ടാക്കിയ ജീവിതശൈലി രോഗം ഏതാണ്? അത് ഹൃദ്രോഗമാണ്. അപ്പൊ 2023 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണമുണ്ടാക്കിയ ജീവിതശൈലി രോഗം ഏതാണ്? ഹൃദ്രോഗം. കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി 2023-24 ശ്രവണ വൈകല്യം ബാധിച്ച 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന സംരംഭം ഏത്? കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി 2023-24 ശ്രവണ വൈകല്യം ബാധിച്ച 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന സംരംഭം ഏത്? ഏതാണ്? ശ്രുതി തരംഗം. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സർക്കാരിന്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ ഏത്? ഏതാണ് കേരള സർക്കാരിന്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ? 1056. കേരള സർക്കാരിന്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? 1056 പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്യുക. ഇനിയും തുടർന്നിടുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഒരുപാട് മുൻവർഷ ചോദ്യ പേപ്പറുകളും അവയുടെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി മറ്റൊരു ചോദ്യ പേപ്പറുമായി തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് കാണാം.